നമസ്കാരം, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് സെമ്മിലെ ഹ്യൂമാനിസം ആൻഡ് ലോജിക്കിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 3 ആണ്. ഓൾറെഡി നമ്മൾ ബ്ലോക്ക് 2 1ഉം 2ഉം കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 3 ആണ്. അതിലെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മെയിൻ പ്രോബ്ലം ഇൻ ലോജിക് ഡ്യൂ ടു ദ ഇൻകറക്റ്റ് യൂസ് ഓഫ് ലാംഗ്വേജ്? നമ്മുടെ ഭാഷയുടെ തെറ്റായ ഉപയോഗം കാരണം ഈ ഒരു ലോജിക്കിലെ പ്രധാന പ്രശ്നം എന്താണ്? വീഴ്ചകളിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ഇൻകറക്റ്റ് യൂസ് ഓഫ് ലാംഗ്വേജിന്റെ പ്രശ്നം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻറ്റ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്? ലാംഗ്വേജിന്റെ ഡിഫറെന്റ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന്, വിവരദായകമാകണം, പ്രകടിപ്പിക്കുന്നതും നിർദ്ദേശവും ആചാരപരവും പ്രകടനപരവും ആയിരിക്കണം. ഇത്രയുമാണ് ഒരു ഡിഫറെന്റ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. വിവരദായകമാകണം, പ്രകടിപ്പിക്കുന്നതും നിർദ്ദേശവും അതുപോലെ തന്നെ ആചാരപരവും പ്രകടനപരവും ആയിരിക്കണം. നമ്മുടെ ലാംഗ്വേജിന്റെ ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഇൻഫോർമേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്? നമ്മുടെ ലാംഗ്വേജിന്റെ ഇൻഫോർമേറ്റീവ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്? എന്താണ് അതിന്റെ ആൻസർ? വസ്തുതകൾ അറിയിക്കുകയും വിവരിക്കുകയും ചെയ്യുക. എന്താണോ അതിലെ വസ്തുതകൾ ഉള്ളത് അത് അറിയിക്കുകയും വേണം, അത് വിവരിക്കുകയും വേണം എന്നുള്ളതാണ് ഇൻഫോർമേറ്റീവ് ഫങ്ഷൻ, ഒരു ലാംഗ്വേജിന്റെ ഇൻഫോർമേറ്റീവ് ഫങ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എക്സ്പ്രസീവ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്? നമ്മുടെ എക്സ്പ്രസീവ് ഫങ്ഷൻ, ലാംഗ്വേജിന്റെ പ്രകടമായിട്ടുള്ള ആ ഒരു ഫങ്ഷൻ എന്താണെന്ന്, പ്രക്രിയ എന്താണെന്ന്. ആൻസർ, വികാരങ്ങളും ചിന്തകളും പ്രകടിപ്പിക്കുക. അതിന്റെ ഇമോഷൻസും നമ്മളുടെ തോട്ട്സും ഒക്കെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു എക്സ്പ്രസീവ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, മെൻഷൻ ദ ഡയറക്റ്റീവ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. ഡയറക്റ്റീവ് ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ, ചില ജോലികൾ ചെയ്യാൻ മറ്റുള്ളവരെ കൊണ്ട് കൽപ്പിക്കുന്നതും അതുപോലെ നിർദ്ദേശിക്കുന്നതും അഭ്യർത്ഥിക്കുന്നതും ഒക്കെ നമ്മളുടെ ഡയറക്റ്റീവ് ഫങ്ഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നു. ഒരു ലാംഗ്വേജിന് ഡയറക്റ്റീവ് ഫങ്ഷൻ, അതായത് ജോലി ചെയ്യാനും മറ്റുള്ളവരോട് നമ്മളതൊന്ന് ആജ്ഞയായിട്ട് പറയാനും നിർദ്ദേശിക്കാനും ഒക്കെ അഭ്യർത്ഥിക്കാനും ഒക്കെ ഇത് നമ്മൾ ഒരു ഡയറക്റ്റീവ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ സെറിമോണിയൽ ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ്? ലാംഗ്വേജിന്റെ എന്താ പറയാ, ഭാഷയുടെ ഒരു ആചാരപരമായ ഫങ്ഷൻ എന്താണ്? ആൻസർ എന്താണ്? മറ്റുള്ളവരെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളതാണ് ഒരു ആചാരം എന്ന് പറയുമല്ലോ, അത് ഒരു സെറിമോണിയൽ ഫങ്ഷൻ എന്ന് പറയുന്നത് അഭിവാദ്യം ചെയ്യുക. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ പെർഫോമേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്? ഭാഷയുടെ പ്രവർത്തനപരമായ പ്രവർത്തനം എന്താണ്? പെർഫോമേറ്റീവ് ഫങ്ഷൻ എന്താണ്? നമ്മൾ ചില സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ, സോഷ്യൽ വർക്കുകളൊക്കെ നിർവഹിക്കുക എന്നുള്ളതാണ് ഭാഷയുടെ പെർഫോമേറ്റീവ് ഫങ്ഷൻ. അത് നമ്മൾ സോഷ്യൽ വർക്കുകൾ, പ്രവർത്തനങ്ങൾ, സോഷ്യൽ വർക്ക്സ് നടപ്പാക്കുക അല്ലെങ്കിൽ നിർവഹിക്കുക എന്നുള്ളതാണ് പെർഫോമേറ്റീവ് ഫങ്ഷൻ എന്നുള്ളത്, ലാംഗ്വേജിന്റെ പെർഫോമേറ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ഇമോട്ടീവ്ലി ന്യൂട്രൽ ലാംഗ്വേജ്? നമ്മളുടെ വൈകാരികമായ അല്ലെങ്കിൽ ഭാഷയുടെ സ്വഭാവം എന്താണ്? ഇമോട്ടീവ്ലി ആയിട്ടുള്ള ന്യൂട്രൽ ലാംഗ്വേജ്, അതില് നമ്മളെ വികാരങ്ങളിൽ നിന്ന്, ഇമോഷൻസിൽ നിന്ന് നമ്മൾ മുക്തി നേടുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഇമോട്ടീവ്ലി ന്യൂട്രൽ ലാംഗ്വേജ് എന്നുള്ളത് കൊണ്ടുള്ള അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, what is it called when the definition arises through assigning a meaning? അതായത് നമ്മളൊരു അർത്ഥം നൽകുന്നതിലൂടെ തന്നെ അതിന്റെ ഒരു നിർവചനം ഉണ്ടാകുമ്പോൾ അതിനെ എന്താണ്, നമ്മൾ അർത്ഥം പറയുമ്പോൾ തന്നെ അതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനും കൂടി വരുമ്പോൾ അതിന് എന്താണ് പറയേണ്ടത്? ആൻസർ, വ്യവസ്ഥാപിത നിർവചനങ്ങൾ. നമ്മളൊരു അർത്ഥം പറയണം, അതിന്റെ കൂടെ തന്നെ അതിന്റെ ഒരു ഡെഫിനിഷൻ കൂടി പറയുന്നു, അതിനെയാണ് വ്യവസ്ഥാപിത നിർവചനങ്ങൾ എന്ന് പറയുന്നത്. Next question, what is it is called when the definitions, reports and established usage and does not give a new meaning to the term? അതായത് നിർവചനം ഒരു സ്ഥാപിത ഉപയോഗമായിട്ടും റിപ്പോർട്ട് ചെയ്യുകയും ഒരു പദത്തിന് ഒരു പുതിയ അർത്ഥം നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ എന്താണ് വിളിക്കുന്നത്? അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ലെക്സിക്കൽ നിർവചനം എന്ന് പറയുന്നത്. അതായത് ഒരു ഡെഫിനിഷൻ എന്നുള്ളത് നമുക്കൊരു യൂസേജും അതുപോലെ തന്നെ അതിനൊരു മീനിങ് തരാതിരിക്കുന്നു. മറ്റതിൽ നമ്മൾ ഡെഫിനിഷൻ തരുന്നു, അതുപോലെ ഡെഫിനിഷനും തരുന്നു, ഉദാഹരണവും തരുന്നു, അങ്ങനെയായിരുന്നു ഇരുന്നത്. ഇതിൽ നമുക്കത് തരാതിരിക്കുമ്പോൾ എന്താണ് വിളിക്കുന്നത്? ലെക്സിക്കൽ നിർവചനം എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ അതർ ടേം യൂസ്ഡ് ഫോർ ലെക്സിക്കൽ ഡെഫിനിഷൻ? നമ്മൾ ലെക്സിക്കൽ നിർവചനത്തിന് പറയുന്ന മറ്റൊരു ടേം എന്താണ്, മറ്റൊരു പദം എന്താണ്? എന്താണ് അർത്ഥം? യഥാർത്ഥ നിർവചനം. ആൻസർ യഥാർത്ഥ നിർവചനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
write down the name of the definition which makes a known term more precious and goes beyond the established usage. അതായത് അറിയപ്പെടുന്ന ഒരു പദത്തെ, നമുക്ക് അറിയുന്ന ഒരു പദത്തെ അത് കൂടുതൽ കൃത്യമായിട്ടും സ്ഥാപിത ഉപയോഗത്തിന് അപ്പുറത്തുള്ള ഒരു നിർവചനം എന്നുള്ളതിനെ പേരെഴുതുക. അതിനെന്താണ് പറയുന്നത്? എന്താണ് കൃത്യമായ നിർവചനം എന്നാണ് അതിന് പറയുന്നത്. കൃത്യമായ നിർവചനം, നമ്മളൊരു ഡെഫിനിഷൻ, ഒരു നമുക്ക് അറിയുന്ന ഒരു ടേമും അതുപോലെ തന്നെ അതൊരു എസ്റ്റാബ്ലിഷ്ഡ് യൂസേജിന്റെ അപ്പുറത്ത് പോകുന്നതിനെയാണ് നമ്മളൊരു എന്താണ് പേര് പറയുന്നതെന്നാണ് ചോദിച്ചത്. അത് കൃത്യമായ നിർവചനം, അതാണ് അതിന്റെ മീനിങ്, കൃത്യമായ നിർവചനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡെഫിനിഷൻസ് ആർ ഫോർമുലേറ്റഡ് ഇൻ ഓർഡർ ടു ഇൻഫ്ലുവൻസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് റീഡേഴ്സ്? റീഡേഴ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ വായനക്കാരുടെ മനോഭാവത്തെ സ്വാധീനിക്കുന്ന ഒരു അതിനു വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയ നിർവചനത്തെ എന്താ പറയുന്നത്? വായനക്കാരുടെ, റീഡേഴ്സിന്റെ, എന്താണ് അതിന്റെ അർത്ഥം? അനുനയ നിർവചനം. അനുനയ നിർവചനം എന്നാണ് അതിന്റെ പേര്. നെക്സ്റ്റ് നമുക്ക് പിന്നെ ഉള്ള ക്വസ്റ്റ്യൻ, വിച്ച് ഡെഫിനിഷൻ അറ്റംപ്റ്റ് ടു ഫോം എ തിയറിറ്റിക്കലി അഡിക്വേറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഒബ്ജക്ട് ടു വിച്ച് ദ ടേം അപ്ലൈസ്? ഒരു പദം, ഒരു ബാധകമാകുന്ന വസ്തുക്കളുടെ ഒരു മതിയായ വിവരണം അല്ല രൂപപ്പെടുത്താൻ കഴിയുന്ന നിർവചനം എന്താണ്? ആൻസർ വരുന്നത് സൈദ്ധാന്തിക നിർവചനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് definitions are formulated in order to influence the attitude of readers? അതിന്റെ ആൻസർ വരുന്നത് അനുനയ നിർവചനം എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which definition attempt to form a theoretically adequate description of the object to which the term applies? ഒരു പദം ബാധകമാക്കുന്ന വസ്തുക്കളുടെ ആ ഒരു മതിയായ വിവരണം രൂപപ്പെടുത്താൻ കഴിയുന്ന നിർവചനം ഏതാണ്? ആൻസർ സൈദ്ധാന്തിക നിർവചനം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. നമുക്കിനി എസ്എ ടൈപ്പ് ക്വസ്റ്റ്യനും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ ലോജിക്കൽ റീസണിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഡിഫറെന്റ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ക്യാൻ ഐദർ ഫെസിലിറ്റേറ്റ് ഓർ ഹിൻഡർ എഫക്റ്റീവ് ലോജിക്കൽ അനലൈസിസ്. എസ്എ ആണ്. അപ്പൊ അതായത് നമ്മളെ ചിന്തകളും വാദങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്നതിനും നമ്മുടെ ആശയവിനിമയം നടത്തുന്നതിനുള്ള എന്താണ് ആ ഒരു മാധ്യമം, എന്തുകൊണ്ടാണ് ഇത് നമ്മളെ ആശയങ്ങളും ചിന്തകളും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. ലാംഗ്വേജിന്റെ റോൾ എന്താണെന്ന് ലോജിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ നമ്മൾ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഫംഗ്ഷൻസ്, നമ്മൾ കുറെ ഫംഗ്ഷൻസിനൊക്കെ ഒബ്ജക്റ്റീവില് ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചിരുന്നു അല്ലെ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പിന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അത് ഈ ഒരു എസ്സേ പഠിച്ചാൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു എസ്സേയുടെ ക്വസ്റ്റ്യൻസ് ആൻസർ നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ളത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് ഒരു എസ്സേ. മറ്റൊരു എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു എസ്സേ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെഫിനിഷൻ ആൻഡ് ദെയർ ഇമ്പോർട്ടൻസ് ഇൻ എലിമിനേറ്റിംഗ് ആംപ്ലിക്കേറ്റീവ്സ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ലോജിക്കൽ റീസണിങ്. പിന്നെ എസ്സേ ആണ്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ അവ്യക്തതകൾ ഇല്ലാതാക്കുന്നതിലും യുക്തിസഹായമായ ന്യായവാദം സുഗമമാക്കുന്നതിലും വ്യത്യസ്ത തരം നിർവചനങ്ങളും അവയുടെ ഇമ്പോർട്ടൻസും എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്സേയും ഒബ്ജക്റ്റീവ് ടൈപ്പും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇവിടെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മറ്റൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് എമിറ്റീവ്ലി ന്യൂട്രൽ ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻ ലോജിക്കൽ റീസണിങ്. എമിറ്റീവ് ന്യൂട്രൽ ലാംഗ്വേജും അത് ലോജിക്കൽ റീസണിങ്ങിന്റെ അതിലുണ്ടാവുന്ന വരുന്ന ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് എഴുതുക. മറ്റൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, why is it important to distinguish between different functions of language in logical? നമ്മളുടെ ഡിഫറെന്റ് ഫങ്ഷൻസ് ഉണ്ടല്ലോ ലാംഗ്വേജിലെ, അത് ലോജിക്കിലെ ഡിഫറെന്റ് ആ ഒരു ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലാംഗ്വേജ് ഇൻ ലോജിക്? തർക്കശാസ്ത്രത്തിൽ നമ്മുടെ ഭാഷയുടെ പ്രാധാന്യം എന്താണ്? എന്തായാലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കേട്ടോ. നേരത്തെ മറ്റേ വലിയ എസ്സേയിൽ വന്നിരുന്ന സെയിം സാധനം. നമ്മളെ ചിന്തകളും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഭാഷയുടെ പ്രാധാന്യം ലോജിക്കൽ ഇതിൽ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം.
എക്സ്പ്ലെയിൻ ചെയ്ത കേട്ടോ. അപ്പം അത് നമ്മൾ ആ ഒരു 10 മാർക്കിന്റെ എസ്സേക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ആൻസറും നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ അത്രയുമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും ആൻസറുകളും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി, നമസ്കാരം.